പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയനും ദേവയാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ടമായിപ്പോയി പെങ്കൊച്ചിൻ്റെ കാര്യം. നാളെ അതിന് പോലീസ് ട്രെയിനിങ്ങിന് പോകേണ്ടതാണ്. അതിനിടയ്ക്ക് നീ വിധി. എന്തായാലും തല്ലിയവരും തല്ലുകൊണ്ടവരൊക്കെ ഒന്നായി നിലയ്ക്ക് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ദേവയാൻ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കും ദേവയാനിയോട്. എനിക്കെന്തിന് സന്തോഷം? ആ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു ഒരു അവളുമാരോട് എനിക്കൊരു നീരസമുണ്ട്. പക്ഷേ ആ പെൺകുട്ടി ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അവൾ ശിക്ഷിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് പറയും. ആ സമയത്ത് ആദർശ് വരുമ്പോൾ പറയും, എന്തായി മോനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ ഞാനും മുത്തച്ഛനും മാറി മാറി എല്ലാവരെയും വിളിച്ചു. പക്ഷേ ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് എന്ന് പറയും. എന്നുവെച്ചാൽ വഴി കൂടെ പോണൊരു പെൺകുട്ടി ആൺകുട്ടീനെ തല്ലിയെങ്കിലും പെൺകുട്ടീനെ തല്ലി എന്നാണ് ഇപ്പോൾ കേസ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ലല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, അവർ അങ്ങനെ ആക്കി തീർത്തു എന്ന് പറഞ്ഞു. എന്തായാലും നന്ദ പോലീസ് ട്രെയിനിങ്ങിന് പോകാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ വീട്ടുകാരോടൊന്ന് നല്ല ഉറപ്പിടുന്നു പറഞ്ഞപ്പോൾ കാര്യം അറിയാതെ നമ്മളൊരാളെ കുറ്റപ്പെടുത്തരുതെന്ന് ദേവയാനി പറയും. അമ്മയ്ക്ക് സന്തോഷമായി കാണുമല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനു സന്തോഷിക്കണേ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കണമെന്നില്ല. എനിക്ക് ഇക്കാര്യത്തിൽ എനിക്ക് നന്ദുവിനോട് നല്ല വിഷമമുണ്ടെന്ന് ദേവയാനി പറയും. പിന്നെ ആദർശ് പറയും, അച്ഛാ നാളെ നന്ദുവിന് ജാമ്യം കിട്ടില്ല, ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പറയാൻ പാടില്ല, എന്നാലും പറയുന്നു നയനേര അച്ഛൻ അവിടെ തീരും അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ദേവയാനിക്ക് വല്ലാണ്ട് വിഷമാവുന്നുണ്ട്. കാരണം നയനയുടെ വിഷമം ഇപ്പോൾ ദേവയാനിയുടെയും കൂടി വിഷമമാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ കാണിക്കുന്നത് അനാമിക വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവളിനി തിരിച്ചു വരില്ല മോളെ, അവളിനി നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല, അതിനുള്ള പൂട്ടൊക്കെയാണ് അച്ഛൻ പൂട്ടിയേക്കണേന്ന് പറയും. അവിടെ ഒരുത്തനിരുന്ന് മോങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ അവളുമാരും എന്ന് പറയും. ആ സമയത്ത് അച്ഛനും വരും. അച്ഛാ എന്ന് പറയുമ്പോൾ ആ മോള് വന്നോ, ഇനിയിപ്പോൾ അവളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല, അവൾ എന്തായാലും ഇനി പോലീസ് ട്രെയിനിങ്ങിന് പോയി SI ആവുന്നുള്ളൊരു പേടി വേണ്ട, അവളെ SI സ്വപ്നം അവൾ മോളയിലേ നുള്ളിയിട്ടുണ്ട് നമ്മൾ, ഇനി എന്തായാലും ഒന്നും ഉണ്ടാവില്ല, നീ മോള് ധൈര്യപ്പെട്ട് അങ്ങോട്ട് പൊക്കോന്ന് പറയും. ഇതൊരു അവസരമാണ്, ഇപ്പം ഇനി അവൾ ജയിലിൽ പോയാൽ ഇനി അവളെ ശല്യം ഉണ്ടാവില്ല, അതുകൊണ്ട് അതിനെ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്ങനെയെങ്കിലും സ്നേഹം അഭിനയിച്ചിട്ടായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കണം, പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശരി അച്ഛാന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയനെ, അനി വിഷമിച്ച് തന്നെ ഇരിക്കുന്ന അവിടേക്ക് ജാനകി വരുന്നുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അതിന് മാത്രം എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പറയാം, അമ്മയും അമ്മയുടെ മരുമോളും അവളുടെ അച്ഛനും അമ്മയും കൂടിയൊക്കെ അല്ലേ ഇത് ചെയ്തത്, നിങ്ങൾക്ക് നല്ല സന്തോഷമായി കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആടാ എനിക്ക് നല്ല സന്തോഷമായി, അവളോട് ആര് പറഞ്ഞ് SI സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരാൻ, അനാമിക മോളെ വിഷമിപ്പിച്ചത് കൊണ്ടല്ലേ ഇതിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ നല്ല സന്തോഷമായി, എനിക്ക് മാത്രമല്ല എൻ്റെ മരുമോളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാന്ന് പറയും. പിന്നെ നിൻ്റെ മുഖത്തെ വിഷമം നിനക്ക് നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെയും വിഷമമല്ലല്ലോ നിൻ്റെ പ്രധാനം, നിനക്ക് ഇവിടെ ഒരു കെട്ടിക്കേറി വന്ന ഒരു അർഹതയില്ലാണ്ട് കെട്ടിക്കേറി വന്നവളും അവളുടെ അനിയത്തിയുടെയും വേദനയുള്ള നിൻ്റെ വേദന എന്ന് ചോദിക്കുമ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും എന്തെങ്കിലും മോശം പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അവരുടെ ക്യാരക്ടർ അങ്ങനെ. പക്ഷേ അമ്മ അങ്ങനെയല്ല കേട്ടോ, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അമ്മ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ വില കൊടുത്തോണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ പോയി അല്ലെങ്കിൽ അവളെ വീട്ടുകാരെ പോയി സമാധാനിപ്പിക്കാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരറിയുന്നു, ചെറുപ്പത്തിലേ തുടങ്ങി നിന്നെ അച്ഛനും ഞാനും തല്ലാത്തത് കൊണ്ടുള്ള എല്ലാ സ്വഭാവവും ഇപ്പം നീ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി തിരിഞ്ഞ് നടക്കും. അത് നോക്കി ഇങ്ങനെ ഇനി വിഷമത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കനക വിഷമിച്ചിരിക്കുന്നുണ്ട്. അവിടെ 2 പെൺമക്കളും ഇരിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് അവിടെ ഗോവിന്ദൻ പണ്ട് പറയും, ആരും ഒന്നും കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കും. മോളെ നിൻ്റെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ, നീ പട്ടിണി കിടക്കാൻ പാടില്ല, നീ എന്തെങ്കിലും വന്നൊന്ന് കഴിക്കുന്നപ്പോൾ എന്നെ ഒന്നും നിർബന്ധിക്കേണ്ട അച്ഛാന്ന് നവ്യ പറയും. അപ്പോൾ ആ സമയത്ത് അമ്മ പറയും, മോളെ എന്നൊരു ഗ്ലാസ് പാല് കാച്ചി തരട്ടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മ എനിക്കൊന്നും വേണ്ട, ഉച്ചയ്ക്ക് തന്നെ അമ്മ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഞാനത് കഴിച്ചെന്ന് പറയും. അപ്പോൾ പറയും, മോളെ SI സെലക്ഷൻ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇതിന് മുന്നേ ഇങ്ങനെ ആയല്ലോ, നമ്മുടെ നന്ദൂര് രക്ഷിക്കാൻ പറ്റൂലെന്ന് ചോദിക്കുമ്പോൾ പറ്റും അച്ഛാ, അതുമാതിരി ഒരു ലോയറാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്, എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ദേവയാനി ഇങ്ങനെ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് ഗണപതിയുടെ മുന്നിൽ, ഭഗവാനെ ആ പെൺകൊച്ചിന് ഒരു ആപത്തുണ്ടാവരുതേ, ജാമ്യം കിട്ടണേ, ഇറങ്ങിപ്പോരണേ, അവളെ SI സെലക്ഷൻ മുടങ്ങരുതേ, അവളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണേ, അവൾ വേദനിച്ചാൽ എൻ്റെ മരുമോളും വേദനിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് വക്കീലിനെ വിളിക്കുന്നുണ്ട്. വക്കീൽ പറയാം, ദേവയാനി നീ സമാധാനമായിട്ടിരിക്കും, ഞാൻ ദേ പോകണ്, എന്തായാലും കേസ് നല്ല സ്ട്രോങ് ആണ്, പ്രതിഭാഗവും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പരമാവധി നോക്കിയാൽ പോരാ, അവൾക്ക് ജാമ്യം കിട്ടിയാൽ മാത്രം പോരാ, അവൾക്ക് SI സെലക്ഷന് പോകണമെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാവുകയും വേണം,
ആദ്യം ജാമ്യം കിട്ടട്ടെ ദേവയാനി, അതിന് ശേഷമല്ലേ ഒഴിവാക്കണ കാര്യം നമുക്ക് പിന്നീട് ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞ് നീ സമാധാനമായിട്ട് ഫോൺ വയ്ക്ക്, ഞാൻ എന്നെ കൊണ്ടാവുന്നതിലപ്പുറം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ദേവയാനിനെ വക്കീൽ. പിന്നെ കാണിക്കുന്നത് നവ്യരെ നയനരെ വീടിന് എല്ലാവരും കൂടെ അച്ഛനും അമ്മയും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ നയനൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് മോളെ. അതിന് മുന്നേ തന്നെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, അതെ മോൾക്ക് ജാമ്യം കിട്ടിയില്ല, ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ തീരും കനകെ ഞാൻ, അതുകൊണ്ടല്ലേ ഗോവിന്ദേട്ടനോട് പോകണ്ടെന്ന് പറഞ്ഞത്, ഞാനും പോണില്ല എന്ന് പറയും. നമുക്ക് രണ്ടുപേർക്കും പോകണ്ടെന്ന് പറഞ്ഞ സമയത്ത് മക്കളൊരുങ്ങി അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പം മോളെ ജാമ്യം കിട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുവച്ചാ ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയും. ആ സമയത്ത് നവ്യ നയനനെ കുറ്റപ്പെടുത്തുന്നു, കുറച്ചൊക്കെ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, അനാമികനെയും അനാമികയുടെ അച്ഛനെയും അമ്മനെയും ഇങ്ങനെ വളരാൻ അനുവദിച്ചതും നീ തന്നെയാണ്. എന്തായാലും ആ വീട്ടിൽ നിനക്ക് നിന്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നിന്നെ ജീവനല്ലേ. അപ്പോൾ പിന്നെ നിനക്ക് അതെങ്കിലും ആലോചിച്ചിട്ട് നിനക്ക് അവിടെ ഒന്നും കൂടെ സ്ട്രോങ് ആവായിരുന്നു. അവരൊക്കെ ശരിക്കും പഠിക്ക് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നീ മിണ്ടാണ്ട് നിന്നത് കൊണ്ടാണ് അവർക്ക് ഇത്ര സാമർത്ഥ്യവും എളുതരവും വന്നതെന്ന് നവ്യ പറയും. ഞാൻ അത്യാവശ്യം പറയുന്നുണ്ടല്ലോ ചേച്ചി, എവിടെ പറയുന്നത്, ഒരു കാര്യമില്ല, നീ എല്ലാം മൂടി വയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് പറഞ്ഞ. എന്തായാലും എൻ്റെ നന്ദു മോൾക്ക് ജാമ്യം കിട്ടാണ്ട് ജയിലിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഞാൻ വലിച്ച് പുറത്തിടും, അതിന് കാരണക്കാരായവരൊക്കെ ഞാൻ വെറുതെ വിടില്ല എന്ന് നയന പറയുമ്പോൾ, മോളെ നന്ദുവിന് ജാമ്യം കിട്ടില്ല എന്നാണ് മോൾ പറയണേന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ ഞാൻ പറഞ്ഞതെന്ന്, അച്ഛൻ പേടിക്കണ്ട, നല്ലൊരു വക്കീൽ അവളെ കേസ് വാദിക്കാൻ നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ എതിർഭാഗം വക്കീലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീണു സാമ്പത്തിക കാര്യത്തിന് ആണുങ്ങളെ തല്ലുന്നോളാണ്, അതുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും ഒത്തുതീർപ്പിനൊന്നും ശ്രമിക്കരുത്, പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നവ്യ നയനയും വരുന്ന കാണുമ്പോൾ പറയും, ഇതേ അവളുമാരുടെ ചേച്ചിമാരാണ്, പ്രതിയുടെ ചേച്ചിമാരാണ് ആ വരുന്നതെന്ന് പറയും. എന്നിട്ട് നവ്യ ആദ്യം വേണുവിനെ കാണും, ദേ വന്ന് നിൽക്കുന്നുണ്ട് അയാൾ സന്തോഷം പ്രകടിപ്പിക്കാനെന്ന് പറയും. അതെ ഞാൻ വന്നതേ കേസൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, അതോ കേസ് വാദിക്കുന്ന വക്കീലിനെ കാണാനോ എന്ന് നവ്യ ചോദിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പം നയന പറയും, എന്നാൽ ശരി ഞങ്ങൾക്കൊരു സഹായം ചെയ്തു ആ വക്കീലിനോട് പറഞ്ഞിട്ട് ഈ കേസിൽ നിന്ന് ഒഴിയാൻ പറയും, എന്നിട്ട് ഞങ്ങളുടെ നന്ദുവിനെ രക്ഷിച്ച് തരുമെന്ന് ചോദിക്കും. അയ്യോ അതെങ്ങനെയാണ്, അതെന്നെ കൊണ്ട് പറ്റില്ലല്ലോ, ഇപ്പോൾ കോടതിയിൽ വന്ന കാര്യമല്ലേ, അപ്പം പിന്നെ നിങ്ങൾ മിണ്ടണ്ട, ഞങ്ങൾക്കറിയാം ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ എന്ന് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ അനിയത്തി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുണ്ടായവരൊക്കെ വലിച്ച് ഞങ്ങൾ പുറത്തിടും, ഞങ്ങളെ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഞങ്ങളെന്ന് നവ്യ പറയുമ്പോൾ, മോളെ വർത്തമാനത്തിൽ ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത പോലെയുള്ളോ എന്നൊക്കെ പറയും. ആ സമയത്ത് തന്നെ പോലീസ് വണ്ടി വരുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് നന്ദു ഇറങ്ങുമ്പോൾ ചേച്ചി അനിയത്തി വിഷമത്തോടെ നന്ദുവിനെ നോക്കും. നന്ദു അതിനേക്കാൾ വിഷമത്തോടെ ചേച്ചിനെ അനിയത്തിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.